DGP ആകാനിരിക്കുകയാണെന്നാണ് പറയുന്നത്. മറ്റൊരു നടപടിയിലേക്കും പോകുന്നില്ല, എല്ലാവരെയും നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരെ തല്ലുന്നവനെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് ഒരു ക്വാളിഫിക്കേഷൻ. ഈ തോമസിനെ പോലെ തന്നെ തല തല്ലിപ്പൊളിച്ചിട്ട് ആ തല്ലിപ്പൊളിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സംരക്ഷണവും ഒതുക്കുന്നതാണോ ഇതൊക്കെ ആകാനുള്ള അതൊക്കെ നിങ്ങളുടെ സങ്കല്പങ്ങളല്ലേ. വരട്ടെ. വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പഴയ SFIക്കാർക്ക് വരെ പുതിയ സർക്കാർ വന്നിട്ട് അതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പുതുമതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം മുതലേ നമ്മൾ 2 കൊല്ലക്കാലമായിട്ട് ഈ ദേശീയപാതയിലെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പാർലമെന്റിൽ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ, പാർലമെന്റിനകത്ത്, മന്ത്രിയുടെ മുമ്പാകെ ഒക്കെ ഉന്നയിച്ചതാണ് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ടാണ് ഇന്ന് ചെയർമാനോട് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദേശീയപാത അതോറിറ്റി മെമ്പർ അടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുന്നത്. നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. റോഡിന്റെ ഇരുവശമുള്ള വീടുകൾ മൊത്തം വെള്ളത്തിലാണ്. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഈ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ കൺസ്ട്രക്ഷനെ കുറിച്ച് തന്നെ വ്യാപകമായ പരാതിയുണ്ട്. ഉപയോഗിക്കുന്ന മണ്ണിനെ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അഗാധമായ എവിടെ നോക്കിയാലും ഗർത്തങ്ങളാണ് കാണുന്നത്, വലിയ വലിയ കുഴികൾ. ഈ ഇത്തരം റോഡുകളിൽ എങ്ങനെ സുരക്ഷയോട് സഞ്ചരിക്കാൻ പറ്റും? അതുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് ഇവിടെ അത്യാവശ്യമാണ്. കേരളത്തിലെ ദേശീയ പാതയിൽ അത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. സുരക്ഷാ ഓഡിറ്റ് ആവശ്യമാണ്. ഇവിടെയൊക്കെ അടിയന്തരമായ നടപടി വേണം. അതുകൊണ്ടാണ് പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് ഒരുപാട്. അണ്ടർപാസിന്റെ, പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ അതൊക്കെ ന്യായമായ ആവശ്യങ്ങളാണ്. അതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടും. ന്യായമായ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഭാഗത്ത് നടത്തും. വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അന്നത്തെ അന്വേഷണം അട്ടിമറിച്ച ADGPക്കെതിരെ ഇപ്പോഴും നടപടിയില്ല. റിപ്പോർട്ട് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ നടപടി പൂർത്തിയായിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അല്ലാതെ ആഭ്യന്തര വകുപ്പ് വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് ആ കേസിനെ സമീപിച്ചത്. ആദ്യം തന്നെ നടപടിയെടുത്തു, നടപടി മുന്നോട്ട് പോയി. അതിനകത്ത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം UDF സർക്കാരിനുണ്ട്. അത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് എത്ര ഉന്നതരായാലും ആരായാലും അത്തരക്കാർ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ നിയമത്തിന്റെ പരിധി വരുക തന്നെ വേണം. DGP ആകാനിരിക്കുകയാണെന്നാണ് പറയുന്നത്. മറ്റൊരു നടപടിയിലേക്കും പോകുന്നില്ല, എല്ലാവരെയും നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരെ തല്ലുന്നവനെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് ഒരു ക്വാളിഫിക്കേഷൻ. ഈ തോമസിനെ പോലെ തന്നെ തല തല്ലിപ്പൊളിച്ചിട്ട് ആ തല്ലിപ്പൊളിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സംരക്ഷണവും ഒതുക്കുന്നതാണോ ഇതൊക്കെ ആകാനുള്ള അതൊക്കെ നിങ്ങളുടെ സങ്കല്പങ്ങളല്ലേ. വരട്ടെ. വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പഴയ SFIക്കാർക്ക് വരെ പുതിയ സർക്കാർ വന്നിട്ട് അതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പുതുമതത്തിൽ